ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ നമ്മുടെ അമലിൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ തട്ടിപ്പറിച്ച് മേടിക്കണ ഒരു സീനുണ്ട് കേട്ടോ. നിധിക്കും ഗൗതമിന് ആ വീഡിയോ കിട്ടിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണെന്ന് ഗൗതം നമ്മുടെ പ്രണവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രണവിന് കാണിച്ചു കൊടുക്കേണ്ട വീഡിയോ ഇതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിധി വേഷം മാറി വന്നിട്ട് നമ്മുടെ ഇന്ദുലേഖ ഡോക്ടറുടെ അടുത്ത് ശിവാനിയുടെ ഡോക്ടറുടെ അടുത്ത് നിന്ന് കളർ റിപ്പോർട്ട് നിധി മേടിക്കുന്നുണ്ടല്ലോ, വേറെ പേരിൽ വന്നിട്ട്. ആ വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് ഗൗതമിൻ്റെ അടുത്ത്, വെറുതെ അല്ല എൻ്റെ സംശയം ശരിയായി, ഈ ഡോക്ടർ ശിവാനിയുടെ കൂടെ നിന്ന് പറ്റിക്കുക തന്നെയാണ്, ഇപ്പോൾ കണ്ടില്ലേ എനിക്ക് കളർ റിപ്പോർട്ട് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അമൽ സൈഡിൽ നിന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം, ബൈക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ നിധി കണ്ടു. നിധി പറയേണ്ടത് ഗൗതം വണ്ടി നിർത്തുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം എന്താണെന്ന് ചോദിക്കണ്ട, ആദ്യം നിർത്തുന്നു പറയും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഗൗതം സൈഡ് ഒതുക്കി നിർത്തിയിട്ട് ചോദിക്കുക എന്താ നിധി എന്ന് ചോദിക്കൂട്ടാ. അതാരിക്കണേ നോക്കി നോക്ക് എന്ന് പറയൂട്ടാ. നോക്കിയപ്പോൾ അമൽ, ഇവർ കണ്ടിട്ടില്ലേ, അമലിരുന്ന് ഇങ്ങനെ കണ്ടപ്പം മുങ്ങല്ലോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാറി കാറിൽ നിർത്തിയിട്ട് ഇവർ ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഓടി ചെല്ലുന്ന ഏകദേശം അടുത്ത് എത്തിയിട്ടേ അമലിനെ കണ്ടുള്ളൂ, ഇല്ലെങ്കിൽ അമൽ അപ്പം തന്നെ ബൈക്ക് കയറി പോയേനെ. അപ്പോൾ അടുത്തിങ്ങനെ എത്തി എന്താ പറയുക, അമലെ അപ്പോഴേക്കും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഗൗതം കയറി പിടിച്ചു. അപ്പോൾ കയറി പിടിച്ചപ്പോൾ അറിയാത്ത പോലെ അമൽ ചോദിക്കുന്നത്, ആരാ നിങ്ങളെന്തിനാ എന്നെ കയറി പിടിക്കുന്നത്, വിട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ കയറി പിടിക്കണേന്നോ, നീ എന്തിനാ ശിവാനീനെ ബ്ലാക്ക് മെയിൽ ചെയ്യണേ എന്ന് ചോദിക്കട്ടെ കേട്ടോ നമ്മുടെ ഗൗതം. ഞാനാരും ബ്ലാക്ക് മെയിലൊന്നും ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അമൽ. അത് പറഞ്ഞ വശം ഗൗതം വന്നിട്ട് പൊട്ടിച്ചു. കള്ളം പറയുന്നുണ്ടോ, സത്യം പറയും, മര്യാദയ്ക്ക് സത്യം പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിനെ നോക്കുന്നുണ്ട്, നിധി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല കേട്ടോ. അത് എനിക്ക് ചിലവിന് പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ഇടയ്ക്ക് പൈസ മേടിക്കും, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി പറയേണ്ടത്, വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറയണ്ട, നിന്നെ പേടിച്ചിട്ട് അവൾ ഇഷ്ടംപോലെ നിനക്ക് ആഭരണങ്ങളും പൈസയൊക്കെ തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എന്ത് കാണിച്ചിട്ട് നീ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യണം, എന്ത് വീഡിയോ കാണിച്ചിട്ടാന്ന് പറയട്ടാ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അമലും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഗൗതം ഒരടി കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നിന്നെ എങ്ങനെ സത്യം പറയിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ മുകളിലൊരൊറ്റ അടി കൊടുത്തിട്ട് അപ്പോൾ അമലിങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ ഗൗതം അവിടെ ഇരുന്നിട്ട് വീണ്ടും അമലിൻ്റെ കഴുത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിധിയുടെ അടുത്ത് പറയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പറയട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് വെക്കാൻ പറയും. ആ ചക്രം നമ്മുടെ അമലിൻ്റെ മുഖത്ത് വരയ്ക്കാനായിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ അമലിനെ കിടത്തിയിരിക്കുന്നത്. അങ്ങനെ നിധി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ നല്ല കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഖം അങ്ങനെ കൊണ്ടിട്ട് ഉരയ്ക്കാൻ നോക്കുകയാണ് നമ്മുടെ ഗൗതം. അപ്പോൾ രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അമൽ പറയും, ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പേടിച്ചിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശിവാനി ഗർഭിണിയല്ല എന്നുള്ള വീഡിയോ കാണിച്ചിട്ടാണ് ഞാൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഗൗതം വേഗം എണിപ്പിച്ച് നിർത്തി കേട്ടോ. എന്നിട്ട് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്ത് വീഡിയോ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഒരു ദിവസം ഇന്ദുലേഖ ഡോക്ടറും ശിവാനിയും കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടു, അത് ഞാൻ വീഡിയോയിൽ പിടിച്ചതാണ്. അപ്പോൾ ഗൗതം പറയും, എത്ര വീഡിയോ അമലേക്ക് കാണിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ പ്രണവിനെ വഞ്ചിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ പ്രണവിനെ കാണിക്കും എന്നും പറഞ്ഞിട്ടാണ് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിധിക്ക് സന്തോഷമായിട്ട്. അപ്പോൾ നിധി പറയുന്നത്, ഗൗതം നല്ല തെളിവാണ് കിട്ടിയിരിക്കണേ, അവളുടെ കള്ളക്കളിയൊക്കെ പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള നല്ല തെളിവ് നമുക്ക് കിട്ടിയെന്ന് പറയും കേട്ടോ. ശരി, ഇതുകൊണ്ട് അവളെ നമുക്ക് പെടുത്താം, നീ ഇത് കാര്യം ചെയ്യും, ഇവൻ്റെ മൊബൈൽ മേടിച്ചിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഇത് അയക്കിയെന്ന് പറയും കേട്ടോ. അപ്പം നിധി അമലിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അത് നിധിയുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവസാനം കിട്ടിയെന്ന് പറയണ്ട കേട്ടോ. ഓക്കെ, ഇനി ഇവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കണം, നീ SCPക്ക് വിളിക്കുകയെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അമൽ പറയണ്ട, അയ്യോ വേണ്ട സാർ, ഞാൻ അതിനെല്ലാം സത്യമൊക്കെ പറഞ്ഞു, ഇനി എന്നെ വെറുതെ വിട്ടൂടെ. നീ സത്യം പറഞ്ഞു വെച്ചിട്ട് നീ ചെയ്ത കുറ്റമൊന്നും ഇല്ലാണ്ടാവോ എന്ന് ചോദിക്കണ്ട കേട്ടോ. നീ വേഗം പോയി ഫോൺ ചെയ്യുന്ന നിധി എന്ന് പറയണ്ട. അപ്പം നിധി ഫോൺ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയണത്, നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നീ ഇനിയും ഇതേപോലെയുള്ള പെണ്ണുങ്ങളെ വീഡിയോ പിടിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിധി വന്ന് പറയുന്നുണ്ട് കേട്ടോ, വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ പോലീസ് വരുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും പോലീസ് ജീപ്പ് വന്നു. നിധിയും ഗൗതമും കൂടിയിട്ട് നമ്മുടെ അമലിനെ അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം അമലിൻ്റെ ഫോണും അതിലുണ്ടല്ലോ തെളിവുണ്ടല്ലോ, ബ്ലാക്ക് മെയിൽ ചെയ്തതിൻ്റെ തെളിവ്, അതും കൂടിയിട്ട് നമ്മുടെ അമലിനെ കയറ്റി അയച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നിധിക്കും ഗൗതമിനും നല്ല തക്ക സമയത്ത് തന്നെ വീഡിയോ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശിവാനിയുടെ ഗർഭം പൊളിയണ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.